Good morning, respected cardamom planters. ഇപ്പോൾ ജനുവരി 15 തൊട്ട് മെയ് ഫസ്റ്റ് വീക്ക് വരെ ഭയങ്കര ചൂടായിരുന്നു. പിന്നെ മെയ് ഫസ്റ്റ് വീക്ക് തൊട്ട് മെയ് എൻഡ് വരെ കുറച്ച് മഴ നമുക്ക് കിട്ടിയായിരുന്നു. അതിനടുത്ത് ഭയങ്കര ചൂട് 30 ഡിഗ്രി വരെ ചൂടും കൂടെ 2-3 ദിവസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ന്യായമായ മഴ കിട്ടുന്നുണ്ട്. ഇത് തற்பോതുള്ള കാലാവസ്ഥ. ഈ സമയത്തെ കൂടുതൽ പ്രശ്നം നമുക്ക് മഞ്ഞപ്പിഞ്ച്. ഈ മഞ്ഞപ്പിഞ്ച് ഉണ്ടാകുന്ന കാരണം ഞാൻ പറയാൻ പോവാം. ആക്ച്വലി നല്ല ചൂട് വന്ന ഈ സമ്മറിൽ നിറച്ച് ഫീൽഡിൽ ഉള്ള പ്ലാന്റ്സിൻ്റെ കംപ്ലീറ്റ് വേര് മൊത്തം ചൂടായി വേര് മൊത്തം പോയി. ഈ വേര് ഡാമേജ് ആകുന്ന ഈ ഫീൽഡിൽ ഈ മഴ കിട്ടിയിട്ട് പുതിയ വേര് ഉണ്ടാകുന്ന താമസം ആകുന്നുണ്ട്. അതോടെ ഈ പുതിയ വേർ കയറി വരുന്ന ഈ സമയത്ത് ഈ നെമറ്റോഡ് അറ്റാക്കും മീലിബഗ് അറ്റാക്കും തற்பോത് കൂടുതലുണ്ട്. അപ്പോൾ ഈ നെമറ്റോഡ് ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് ചെയ്യാതെ ആൾക്കാർക്ക് ഈ റൂട്ട് ഹാർസ് എന്ന് പറയുന്ന ആ വേര് ഇല്ല. ആ റൂട്ട് ഹാർസ് ഇല്ലാതെ പ്ലാന്റ്സ് ഇന്ന് കൂടുതലുണ്ട്. എല്ലാ ആൾക്കാർക്കും ചെടിക്ക് ഈ റൂട്ട് ഹാർസ് ഇല്ല. ഈ റൂട്ട് ഹാർസിൻ്റെ ഗുണം മണ്ണിൽ ഉള്ള നീർ ആൻഡ് NPK മൈക്രോ ന്യൂട്രിയൻസ് കംപ്ലീറ്റ് വലിച്ച് ശൈലം എന്നും ഈ ടിഷ്യൂ മൂലമായിട്ട് പ്ലാന്റിൻ്റെ ലീഫ് വരെ കൊണ്ടുപോകുന്ന ഒരു ഫങ്ഷൻ. ഈ ഫങ്ഷൻ ചെയ്യുന്ന മെയിൻ ഈ റൂട്ട് ഹാർസ്. ഈ റൂട്ട് ഹാർസ് ഇല്ലാത്തത് കൊണ്ട് ഈ വളം മണ്ണിലുള്ള NPK മൈക്രോ ന്യൂട്രിയൻസ് ന്യായമായിട്ട് നമ്മളുടെ ഏലത്തിൻ്റെ മണ്ണിലുണ്ട്. അത് എടുത്തു കൊടുക്കുക ഈ റൂട്ട് ഹാർസ് ഇല്ല. ഈ നെമറ്റോഡ് അറ്റാക്ക് ആനതുകൊണ്ട് ഈ റൂട്ട് ഹാർസ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഈ NPK മൈക്രോ ന്യൂട്രിയൻസ് നമുക്ക് ഇലക്കി കൊണ്ടുപോകാൻ ഒരു സംഭവം നടക്കുന്നില്ല. അതുകൊണ്ട് ഈ ലീഫിൽ നമുക്ക് വന്നിട്ട് ഈ ലീഫ് സ്പോട്ട് ഡിസീസ് ആൻഡ് ഈ ഫിസേരിയം ആൻഡ് ബ്ലൈറ്റ് ഡിസീസ്, ഇലക്കരുകൾ എന്ന് പറയുന്ന ഈ ബ്ലൈറ്റ് ഡിസീസ് എല്ലാം കൂടെ പുതു ലീഫ് കൂടെ ഉണ്ടാകാതെ അങ്ങനെ കരിഞ്ഞു കിടക്കുന്ന ഇല്ല യെല്ലോയിസ് ആകുന്ന ഒരു സിംറ്റം കാണിക്കുന്നുണ്ട്. അപ്പോൾ അന്തമാതിരി ഒരു സിംറ്റം കാണിക്കുന്ന ഈ ലീഫ് കൊണ്ട് ഫോട്ടോസിന്തസിസ് അങ്ങനെ ഒരു ഫങ്ഷൻ നടക്കുന്നില്ല. ഈ ഫോട്ടോസിന്തസിൻ്റെ ഒരു വിഷയം ഇത് NPK മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ടെങ്കിൽ മാത്രം ലീഫ് കൂടുതൽ ഫോട്ടോസിന്തസിസ് നടക്കും. അങ്ങനെ നടന്നാലേ ഈ ചെടിക്ക് தேவையான ഫുഡാக இருக்கும். നമുക്ക് ഈ സ്റ്റാർച്ച് റെഡിയാക്കി പ്ലോയം വഴിയായിട്ട്, പ്ലോയം എന്നും ഒരു ടിഷ്യൂ വഴിയായിട്ട് ഈ റൂട്ട് വരെ കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ നമ്മുടെ ഏലത്തിൻ്റെ ചരത്തിൻ്റെ ഒരു വളർച്ച ആൻഡ് ഈ നാവ്, ഈ പുതു നാവ് വന്നിട്ട് ആ നാവ് വന്നിട്ട് നല്ല ഒരു പൂ എടുക്കുന്ന ഒരു പുതു നാവ് വരുന്ന സംഭവം, ഈ പൂ എടുത്തിട്ട് അത് പാലിനേഷൻ നടന്ന് പിഞ്ചു പിടിക്കുന്ന ഈ സംഭവം നടക്കും. അപ്പോൾ ഈ റൂട്ട് ഹെയർസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ഫോട്ടോസിന്തസിസ് കുറവായിട്ട് ഉണ്ട്. അതുകൊണ്ട് தேவையான സ്റ്റാർച്ച് ചെടിക്ക് കിട്ടുന്നില്ല. അങ്ങനെ കിട്ടാതെ പോകുമ്പോൾ നമുക്ക് കൂടുതൽ പൂ എടുക്കുന്നില്ല. കമറൽ മാറിയിട്ട് ഈ നാവ് വിരിഞ്ഞ് പുതിയ പൂ എടുക്കാൻ
ഒരു ചാൻസ് കുറവായിട്ട് നിറച്ച് തോട്ടമുണ്ട്. അങ്ങനെ ചിലപ്പം നല്ല ഒരു ചാരി മഴ കിട്ടുമ്പോൾ പൂ എടുക്കുന്നുണ്ട്. അങ്ങനെ പൂ എടുത്താലും കൂടെ ഈ ഫോട്ടോസിന്തസിസ് മൂലമായിട്ട് தேவையான ഫുഡ് ചെടിക്ക് കിട്ടാതെ പോകുമ്പോൾ എടുത്ത പൂ കൂടെ മഞ്ഞപ്പിഞ്ചാകുന്നുണ്ട്. ഈ ഫോട്ടോസിന്തസിസ് അങ്ങനെ ഒരു സംഭവം ജസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഈ വെള്ളം മാത്രം പോരാ. അതുകൂടെ NPK മൈക്രോ ന്യൂട്രിയൻസ് കിട്ടണം. അങ്ങനെ കിട്ടിയാലേ ഒരു പെർഫെക്റ്റ് ഫോട്ടോസിന്തസിസ് നടക്കും. അങ്ങനെ ഫോട്ടോസിന്തസിസ് നടന്നാൽ മാത്രം നമുക്ക് ഈ ചെടിയുടെ ഗ്രീൻ കിട്ടും. തട്ടയ്ക്ക് മഞ്ഞപ്പ് ഇല്ലാതെ, ലീഫുக்கு മഞ്ഞപ്പ് ഇല്ലാതെ, ലീഫ് സ്பாட் டிசீஸ் இல்லாது பக்கா க்ரீன் ஆகும். அதோடு சேர்ந்து நம்மளுடைய ஈல்டு போர்ஷனாக இருக்கக்கூடிய சரம் கூட நல்ல க்ரீன் ஆகும். ആ ഗ്രീൻ വന്നാൽ മാത്രം നമുക്ക് എടുക്കുന്ന പൂക്ക് தேவையான സ്റ്റാർച്ച് കിട്ടുമ്പോൾ അങ്ങനെ പാലിനേഷൻ നടന്ന് പട്ടിന് നമുക്ക് മിളക് സൈസ് പിഞ്ച് തുടങ്ങും. ഉറപ്പാണ് ഒരു പിഞ്ച് കിട്ടും. അപ്പോൾ ഈ NPK ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. അതോടെ ഈ ഹെയർ റൂട്ട്, அதாவது ഈ റൂട്ട് ஹேர்ஸ் இருந்தால் மாத்திரம்தான் நமக்கு NPK உடைய പ്രയോജനം നമുക്ക് ശരിക്ക് ഉണ്ടാകും. സോ നമുക്ക് രണ്ട് മെത്തേഡ്, രണ്ട് വിഷയം ഞാൻ പറയാൻ പോവാം. പക്ക ഫ്രൂട്ട് സെറ്റിങ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഫീൽഡിൽ ചെയ്ത ഈ വിഷയം ഞാൻ പറയാം. ഇവിടെ നെമറ്റോഡ് കൺട്രോൾ വേണ്ടി ഞാൻ മെനറ്റോഡ് ഒരു സാധനം ഒളിച്ചു. ഈ മെനറ്റോഡ് 200 ലിറ്ററിൻ്റെ 100 ml മാത്രം ഒളിക്കുമ്പോൾ കംപ്ലീറ്റ് നെമറ്റോഡ്, റൂട്ട് ഗ്രബ്സ് ആൻഡ് മീലിബഗ് ഫുൾ കൺട്രോൾ. ഉറപ്പാன ഒരു വർഷത്തിൻ്റെ കൺട്രോൾ ഉണ്ട്. ലാസ്റ്റ് ഇയർ ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് കൊണ്ട് ഞാൻ പറയുന്നുണ്ട്. 1 year കൺട്രോൾ ഉറപ്പായിട്ട് കിട്ടുന്ന ഈ സാധനം മെനറ്റോഡ്. അതോടെ ചേർന്ന് റേഫൽ എന്ന് പറഞ്ഞ് ഈ വേം പൗഡർ, ഈ പുതിയ റൂട്ട് ഹെയർസ് ഉണ്ടാക്കുന്ന ഈ പൗഡറും ചേർത്ത് ഈ വേം പൗഡറാக ഇരിക്കുന്ന ഈ റേഫൽ ജസ്റ്റ് അത് ഒരു 100 gram കൂടെ 200 ഗ്രാമുക്ക് ചേർത്ത് നമുക്ക് ചെടിക്ക് ഒരു 10 ലിറ്റർ കളക്കി ഒളിച്ച ഈ ഫീൽഡ് കംപ്ലീറ്റ് ഈ റൂട്ട് ഹെയർസ് പക്കാവായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഫോട്ടോസിന്തസിന് ഒരു കുറവില്ല. കംപ്ലീറ്റ് എടുത്ത പൂക്കൾ എല്ലാം പക്ക സെറ്റിങ്സ് ഉണ്ട്. അതോട് മണ്ണിൽ നമുക്ക് ന്യായമായിട്ട് NPK ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. അത് പോരാ. അതോട് ചേർത്ത് ഈ സമയത്ത് ഈ മഴ കുറവാണത് കൊണ്ട്, മഴ കൂടി കിട്ടുന്ന ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ മണ്ണിലുള്ള NPK, ഈ മഴ റെയിനിൽ ഉണ്ടാകുന്ന ഈ നൈട്രജൻ ഓട്ടോമാറ്റിക്കലി ശരിക്കും മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം കിട്ടും. ബട്ട് മഴ കുറവാണത് കൊണ്ട് നമുക്ക് NPK ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് ചേർന്ന് ഒരു ഫോളിയർ സ്പ്രേ ഞാൻ ഈ ഫീൽഡിൽ ചെയ്തിട്ടുണ്ട്. ജിങ്ക്, ബോറാണ്, മൈക്രോ ന്യൂട്രിയൻസ് ആൻഡ് NPK, ഹൈഫ കമ്പനിയുടെ NPK ചെയ്തിട്ടുണ്ട്. അതോടെ ചേർന്ന് F2 എന്ന് പറയുന്ന ഫോർക്ലോറോഫ്യൂറാൻ പറഞ്ഞ ഒരു കെമിക്കൽ, ഈ കൂടുതൽ പൂ ഉണ്ടാക്കുന്ന, കമറൽ മാറുന്ന, കായ്ക്ക് ബോൾഡും കൂടെ പക്കാവായിട്ട് കിട്ടുന്ന ഈ കെമിക്കലും കൂടെ ആഡ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതോട് ഒരു ഇമ്പോർട്ടൻ്റ്, ഇവിടെ ഇതുപോലെ NPK മൈക്രോ ന്യൂട്രിയൻസ് നമുക്ക് ചെയ്യുമ്പോൾ ചെയ്ത അളവുക്ക് മാത്രം നമുക്ക് റിസൾട്ട് കിട്ടും. അതുകൂടെ ഒരു 15 to 20 days മാത്രം റിസൾട്ട് കിട്ടിയിട്ട് പിന്നെ NPK കൂടെ ചെടി കംപ്ലീറ്റ് വലിക്കുമ്പോൾ അതും കൂടെ തീർന്നു പോയിടും. സോ ഇവിടെ പോണിക് എന്ന് പറഞ്ഞ ഒരു സാധനം, ഒരു പൗഡർ. ഈ പൗഡർ 1 ലിറ്ററിൻ്റെ നമുക്ക് 2 gram, അതാവത് 200 ലിറ്റർ വെള്ളത്തിൻ്റെ 400 gram മാത്രം ഈ പോണിക്ക് ചേർത്ത് NPK മൈക്രോ ന്യൂട്രിയൻസ് ഞാൻ സ്പ്രേയും കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ പോണിക്കിൻ്റെ ഗുണം, ഈ പോണിക്കെന്ന് പറയുന്നത് NPK ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് മൊബൈലൈസിങ് ബാക്ടീരിയ. ഈ NPK ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് കളിച്ച് വളരുന്ന ബാക്ടീരിയ, നന്മ ചെയ്യുന്ന ഈ ബാക്ടീരിയ ഇതുകൂടെ ചേർന്ന് വിടുമ്പോൾ കംപ്ലീറ്റ്ലി പ്ലാന്റ്സിൽ ഇത് പെനിട്രേഷൻ ആയിട്ട് ചെടിക്ക് തേവയാണ് NPK ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഒരു 3 months ഇതോടെ റിസൾട്ട് 100% കിട്ടും. 3 മാസം വരെ നമുക്ക് ഫോളിയർ സ്പ്രേ മാക്സിമം വേണ്ട. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് വരെ നമുക്ക് ഫോളിയർ സ്പ്രേ വേണ്ട. ഇത് ഒന്ന് ചെയ്താൽ മതി, കംപ്ലീറ്റ്ലി NPK ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് ചെടിക്ക് കിട്ടും. സോ നമുക്ക് പോണിക് ചേർത്ത് NPK ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് കലക്കി സ്പ്രേ ചെയ്തിട്ടുണ്ട് ഈ ഫീൽഡിൽ. അതുമാത്രമല്ല, ചെടിയുടെ റൂട്ട്, ഈ ഹെയർ റൂട്ട്സ് വന്നിട്ട് അധികം ഉണ്ടെങ്കിൽ നമുക്ക് മഞ്ഞപ്പിഞ്ച് മാത്രമല്ല, നല്ല ഹെൽത്തിயான പ്ലാന്റ്സ് റെഡിയായിടും. അതേമാതിരി അങ്ങനെ ഹെൽത്തി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അളുകൾ റെസിസ്റ്റൻ്റ്, പുതു ചിമ്പ് അടിക്കുന്ന സ്റ്റൈല്, അതേമാതിരി സിമ്പ് സ്ട്രെങ്ത്ത്, ചറത്തിൻ്റെ ലെങ്ത്ത്, കായ്ക്ക് ബോൾഡ്, എക്സസ് ഫ്ലവറിങ് എല്ലാം കിട്ടുന്ന ഒരേ വിഷയം നമുക്ക് ഈ റൂട്ട് ഹെയർസ് മാത്രம்தான். ഈ റൂട്ട് ഹെയർസ് അങ്ങനെ இருந்தால் മാത്രம்தான் നമുക്ക് റെസിസ്റ്റൻ്റ് ചെടി എപ്പോഴും നമുക്ക് കഷ്ടപ്പെட വേണ്ടിയ ആവശ്യം. ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് ഏതാവത് ഒന്ന് ചെയ്ത് ചെടി കൊണ്ടുവരണമെന്ന് ആവശ്യമില്ല. ഈ റൂട്ട് കറക്റ്റ് ആക്കിയിട്ടാലേ ഓട്ടോമാറ്റിക്കലി ചെടി നല്ലതായിട്ട് പിക്കപ്പ് ആയിടും. ഓക്കെ, നിങ്ങൾ കാണുന്ന ഈ ഫീൽഡിൽ നമുക്ക് നെമറ്റോഡും മീലിബഗ് കൺട്രോൾ ചെയ്യാനായിട്ട് മെനറ്റോഡ്, റാഫൽ ചേർത്ത് ട്രഞ്ചിങ്ങും നടത്തിയിട്ടുണ്ട്. പോണിക് ചേർത്ത് ഹൈഫയുടെ NPK ആൻഡ് PR അഗ്രോയുടെ ജിങ്ക്, ബോറാൻ, മൈക്രോ ന്യൂട്രിയൻസ് ആൻഡ് F2 ചേർത്ത് സ്പ്രേയിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ സമയം മഞ്ഞപ്പിഞ്ചി ഇല്ല, ഫുൾ സെറ്റിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങളും കൂടെ, എല്ലാ കൃഷിക്കാരനും എല്ലാ ഗാർഡൻ പ്ലാന്റേഴ്സും ഇതുപോലെ ഈ നെമറ്റോഡ്, റൂട്ട് ഹെയർസ് ഉണ്ടാക്കിയിട്ട് NPKയോടെ ചേർന്ന് ഈ പോണിക് ചേർത്ത് സ്പ്രേ ചെയ്ത് മഞ്ഞപ്പിഞ്ചി ഇല്ലാതെ ഉണ്ടാക്കണമെന്ന് വേണ്ടി ഈ വീഡിയോ ഞാൻ വിട്ടിട്ടുണ്ട്. താങ്ക് യു ഗാർഡൻ പ്ലാന്റേഴ്സ്.